ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലാറ്റ്ഫോം സെൻ്റർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് 16337 ഓഖ എറണാകുളം എക്സ്പ്രസ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ അടുത്ത പാർട്ടാണ്. അപ്പോൾ നമ്മൾ അടുത്ത പാർട്ടിലേക്ക് അറിയിക്കണം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയായിട്ട് നമുക്ക് മുന്നേ ഇങ്ങോട്ട് വന്ന് കയറി രാജധാനി എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. അതിൽ നിസാമുദ്ദീൻ മഡ്ഗാവ്. അപ്പോൾ നമ്മളങ്ങനെ 10:37 മഡ്ഗാവിലെത്തി. ഒരു രൂപ വെള്ളം മേടിക്കണം. പിന്നെ എന്തെങ്കിലും ലൈറ്റായിട്ട് വീട്ടിലോട്ട് വല്ലതും മേടിച്ചുകൊണ്ട് പോയാലും ആലോചിക്കായിരുന്നു. ഇപ്പോൾ നോക്കാം എന്താണെന്ന്. ഇവിടെ കൊങ്കൺ ഐറ്റമിലെ ഫേവറേറ്റ് ഐറ്റമാണ് കോക്കം. കോക്കം എന്ന് പറയുന്നത് പുളിയാണ്, ഒരുതരം പുളിയാണ്. അതിന് മലയാളത്തിൽ പേര് മറന്നുപോയി. ഒരു കോക്കം സോഡ മേടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമുക്കൊന്ന് കുടിച്ച് നോക്കാം. മീൻമേൽ നമ്മുടെ തൊട്ടപ്പുറത്ത് കിടന്നിട്ടുണ്ടായിരുന്ന ഫ്രൈറ്റിനെ അവർ നമുക്ക് മുന്നേ ഡിസ്പാച്ച് ചെയ്തു. അത് എന്തായാലും നമ്മുടെ റൂട്ടല്ല. ഇവൻ മറ്റേ കുളയം സൈഡിലോട്ട് കൊണ്ടുപോകാനാണ്. DG4G ആയിരുന്നു ലോക്കോ. അപ്പോൾ ഇവനെന്തായാലും പെട്ടെന്ന് ഇപ്പോൾ തന്നെ ക്രോസ് ഓവർ കാണാം. അപ്പോൾ അതിൻ്റെ ലൈനിലോട്ടും കയറി പോകും, നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ഫ്ലൈറ്റ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ തിരുവനന്തപുരം നോർത്ത് ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ് നമുക്ക് കാണാമായി. പിന്നെ ബ്രേക്കിൽ വെച്ചാൽ പോയി എടുത്തു കഴിഞ്ഞു. ലോക്കോ ഇതൊന്നും കാണാൻ പറ്റിയില്ല. അപ്പം നമ്മളങ്ങനെ മഡ്ഗാവിന് എടുക്കുന്നു. അപ്പം നമ്മളങ്ങനെ മഡ്ഗാവിൽ നിന്ന് പുറത്തിറങ്ങുന്നു. വണ്ടി അത്യാവശ്യം നല്ലോണം ലേറ്റാണ്. ഇനിയിപ്പോൾ ഓടിപ്പിടിക്കുമായിരിക്കും. പിന്നെ നമുക്ക് വലുതായിട്ട് ക്രോസിങ്സ് ഒന്നുമില്ല. അജ്നിയുടെ 37498 വാപ്പ് 7 ഇന്ന് രാജധാനിയെ കൊണ്ടുവന്നത്. നമ്മളങ്ങനെ മഡ്ഗാവിന് പുറത്തിറങ്ങി. ഇനിയിപ്പോൾ നമുക്കുള്ള ക്രോസിങ്സ് എന്ന് പറയുന്നത് വന്ദേ ഭാരതും, അതായത് ബാംഗ്ലൂർ മഡ്ഗാവ് വന്ദേ ഭാരതും ബാംഗ്ലൂർ മഡ്ഗാവ് പാസഞ്ചറും. അല്ലാണ്ട് വേറെ ക്രോസിങ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഏകദേശം ഉടുപ്പി വരെയൊക്കെ നമുക്ക് നല്ല അടിച്ച് പറത്തി പോകാൻ പറ്റും. അത് കഴിയുമ്പോൾ നമുക്ക് മത്സ്യഗന്ധയും റോക്കറ്റിൻ്റെയും ക്രോസിംഗ് ഉണ്ടാവും. തിരിച്ചു വരുന്ന മത്സ്യഗന്ധയും തിരിച്ചു വരുന്ന റോക്കറ്റും. കോച്ചിങ് യാർഡൊക്കെ ഒന്ന് കണ്ടോ. അതെ, ലെഫ്റ്റ് സൈഡിലോട്ടാണ് കുളയംലേക്കുള്ള ലൈൻ പോകുന്നത്. പഴയ ഇൻസ്പെക്ഷൻ കാർ ICF. ഇതിപ്പോൾ ഇവർ ഏത് വണ്ടിയിട്ട് ഓടിക്കുക? CBC ആണ്. ഇതിന് CBC കപ്ലിംഗ് ആണ്. അപ്പോൾ ഇത് ഏത് വണ്ടിയിട്ട് വേണമെങ്കിലും ഓടിക്കാം. ഇവിടെ ഇതുവരെ നമ്മുടെ ഇവ വന്നിട്ടില്ല. എന്താ നമ്മുടെ പേര് കിട്ടുന്നില്ലല്ലോ. കൊങ്കൺ കന്യ നമ്മുടെ പുറകെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കോച്ച് കെയർ സെൻറ്റർ മഡ്ഗാവ്. അപ്പോൾ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ഒരു ഹോട്ട് ബുഫേ കാർ കിടക്കും ദുരന്തോലി വരിക. ഭുസാവൽ ഷെഡിൻ്റെ ഒരു വാപ്പ് 4 കിടക്കും 24790. ഇത് മിക്കവാറും ബാൻഡ്ര ആയിരിക്കും. യെസ്, ബാൻഡ്ര മഡ്ഗാവ് ബാൻഡ്ര എക്സ്പ്രസ്. ഈ റേക്ക് ഇന്ന് വൈകുന്നേരം മഡ്ഗാവ് എറണാകുളം എക്സ്പ്രസ് എടുക്കും. പിറ്റ് ലൈനൊക്കെ കാലിയാണ്. ഇനിയിപ്പോൾ കൊങ്കൺ കന്യ വരണം. ആ രാജധാനിയുടെ റേക്ക് ഇങ്ങോട്ട് വരും, സെക്കൻഡറി മെയിൻ്റനൻസ്.
അപ്പോൾ ഫ്രണ്ട്സ് മടുകാവ് വിട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങാമെന്ന് വെച്ച് പോയി കിടന്നതാണ്. ഉറങ്ങി എൻ്റെ വണ്ടി ബസ് കാർവാർ വിട്ടു. കാർവാർ വിട്ടുമ്പോഴത്തേക്കും ഹാർവാഡ് എത്താറായിട്ടുണ്ട്. കാർവാർ സാധാരണ അതിൽ വണ്ടി ഞാൻ കിടന്നാലും ഞാൻ വണ്ടി സ്റ്റോപ്പ് എത്തുമ്പോൾ ഞാൻ ഉണരുന്നതാണ്. ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ ഉറങ്ങി. ചെറിയൊരു ബോഡി പെയിനും തലവേദന ഉണ്ടായിരുന്നു. അത് ഉറങ്ങിയോണ്ട് ഒരു ഒത്തിരി സുഖമായി. ഹാർവാഡ് ടണലിൽ എത്തിയെന്ന് തോന്നുന്നു. മേജർ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഹാർവാഡിൽ വെച്ച് മോസ്റ്റ്ലി മാംഗ്ലൂർ മഡ്ഗാവ് പാസഞ്ചറുള്ള ക്രോസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഹാർവാഡ് കഴിഞ്ഞു. മോസ്റ്റ്ലി അങ്കോളയിൽ വെച്ച് നമ്മൾ വന്ദേ ഭാരതിനെ ക്രോസ് ചെയ്യും. ഈ വണ്ടി ഏറെക്കുറെ കാലി കേട്ടോ. ജനറൽ കമ്പാർട്ട്മെൻറ്റ് കാലിയായി, ജനറൽ കമ്പാർട്ട്മെൻറ്റ് സ്ലീപ്പറായി. പിന്നെ എ സിക്കകത്ത് ഇഷ്ടംപോലെ സീറ്റ് കാലിയായി. പ്രത്യേകിച്ച് 2 ടയറിലൊക്കെ ഇഷ്ടംപോലെ സീറ്റ് കാലിയുണ്ട്. എനിക്ക് ആൾക്കാർ ലോങ് ടിക്കറ്റ് അടിച്ചു വെക്കാൻ തോന്നി ഇത് കിട്ടാൻ വേണ്ടി, ബർത്ത് കിട്ടാൻ വേണ്ടി. എന്നിട്ട് നേരത്തെ ഇറങ്ങിപ്പോകും. ഇപ്പോൾ എൻ്റെ അതിനകത്തുള്ളവരൊക്കെ കോഴിക്കോട് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്, പക്ഷേ അവർ മാംഗ്ലൂർ ഇറങ്ങുമായിരുന്നു. മഡ്ഗാവ് കുറേ പേര് ഇറങ്ങി, ടിവിമിൽ കുറേ പേര് ഇറങ്ങി. മോനെ അങ്കോലയിൽ നമുക്ക് വേണ്ടി വന്ദേ ഭാരത് കഥ കിടക്കുകയാണ്. അതൊരു രസമല്ല. സ്പീഡ് കുറയ്ക്കണേ, ഫുൾ സ്പീഡിൽ പോകണമായിരുന്നു. പഞ്ഞിനെ കുത്തിയിട്ട് പോകായിരുന്നു. അങ്കോല എത്തി. അങ്കോലയിൽ നമ്മളെ കാത്ത് മംഗളൂരു മഡ്ഗാവ് വന്ദേ ഭാരത് എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. പതിവുപോലെ വണ്ടി കാലിയെന്നും. അങ്കോല സ്റ്റേഷൻ ഒരുപാട് യാത്രക്കാർ നിൽക്കുന്നുണ്ടല്ലോ. അത് ഏത് വണ്ടികളാണോ? അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്ത സ്റ്റോപ്പായ ഹൊണ്ണാവറിലേക്ക് എത്തണം. ഇടയ്ക്കൊന്ന് കുംട്ടയിൽ ഒരു ലൂപ്പ് ലൈൻ സ്കിപ്പ് അടിച്ചായിരുന്നു. ലൂപ്പ് ലൈനിൽ കൂടെ മെയിൻ ലൈനിൽ 2 ഫ്ലൈറ്റ് കിടക്കണം. രണ്ടിനും ലോക്കോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഹൊണ്ണാവാര എത്തുകയാണ്. ഹൊണ്ണാവാര കഴിഞ്ഞാൽ പിന്നെ ഭട്കലാണ് സ്റ്റോപ്പ്. അത് കഴിഞ്ഞ് ബൈന്ദൂര്, പിന്നെ കുന്താപുര, ഉടുപ്പി, സുരത്കൽ, മംഗളൂർ ജംഗ്ഷൻ. കേരളത്തിൽ കയറി പിന്നെ ഇഷ്ടംപോലെ സ്റ്റോപ്പുണ്ട് കേട്ടോ. കേരളത്തിൽ കയറിയാൽ പിന്നെ കാസർഗോഡുണ്ട്, കാഞ്ഞങ്ങാടുണ്ട്, നീലേശ്വരം സൈഡ് ഉണ്ടോ എനിക്ക് ഉറപ്പില്ല, പയ്യന്നൂരുണ്ട്, കണ്ണപുരമുണ്ട്, കണ്ണൂരുണ്ട്, തലശ്ശേരിയുണ്ട്, കൊയിലാണ്ടിയുണ്ട്, ഇടയ്ക്ക് വടകരയുണ്ട്. ഒരുവിധം സ്റ്റേഷനിലൊക്കെ സ്റ്റോപ്പുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഹൊണ്ണാവർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കണം. ഹൊണ്ണാവര നമ്മുടെ ഈ 4ാമത്തെ കൊച്ചാണ്. നമ്മൾ സ്റ്റേഷനൊക്കെ കടന്ന് അങ്ങ് പോകും. ഫ്രണ്ട് പോയിരിക്കും. കാലിയാണ് കണ്ടു. എ സി കോച്ചിലോട്ടൊന്നും കയറാൻ ഒരു മനുഷ്യനില്ല. സ്ലീപ്പറിലോട്ടും ജനറലിനൊക്കെ പിന്നെയും കയറാൻ ആളുണ്ട്. അത്രേ ഉള്ളൂ, വേറെ ആരുമില്ല.
ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ഭട്കലാണ്. അതിന് മുമ്പ് നമ്മൾ മറ്റേ ശരാവതി നദി കടക്കും. ശരാവതി നദി ഹൊന്നാവര കഴിഞ്ഞാണ് നമ്മൾ കടക്കും. ശരാവതി നദി കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോകും. അപ്പോൾ മിക്കവാറും നമ്മൾ ലഞ്ച് വരും. ഭട്കലിന് മുമ്പ് നമ്മൾ മുരുടേശ്വർ എത്തും. അവിടെ മിക്കവാറും അവിടെ SMT ബാംഗ്ലൂർ മുരുടേശ്വർ എക്സ്പ്രസ് കിടക്കുന്നുണ്ടാവും. ചെറുതായിട്ടൊന്ന് ഉറങ്ങിയത് ഭയങ്കര സുഖമായി. അതുകൊണ്ട് ഒന്ന് ഫ്രഷായി. ശരാവതി നദി. കൊങ്കൺ റെയിൽവേയിലെ ലോങ്ങസ്റ്റ് ബ്രിഡ്ജാണ്. മുരുടേശ്വർ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഹോൾട്ടിൽ ഇവിടെ SMT ബംഗളൂരു ടു മുരുടേശ്വർ എക്സ്പ്രസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഡെയിലി എക്സ്പ്രസ് 2250. ആ ലോക്കപ്പ് റിവേഴ്സ് ചെയ്ത് അപ്പുറത്തൊന്ന് കപ്പിൾ ചെയ്യും. ഇന്ന് 2 മണിക്കും കണ്ടാണ് തിരിച്ചു പോകുന്നത്. ഈ വണ്ടിക്ക് ഞാനൊരു 8 ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. അന്ന് വെച്ചത് ICF കോച്ചായിരുന്നു. അപ്പോൾ മുരുടേശ്വർ കഴിഞ്ഞു. നമുക്കെന്നാൽ പോയി ഫുഡ് കഴിക്കാം. ഫുഡ് വന്നിട്ടുണ്ട്. വിശന്ന് തുടങ്ങി. അപ്പം ഇന്നും പാൻട്രിയിൽ നിന്നുള്ള ചോറ് തന്നെയാണ്. പറാട്ടയുണ്ട് ചൂടായിട്ട്. ദാളും കറിയായിരിക്കും ഇന്നത്തെ പോലെ. രാത്രിയിലത്തെ ഇത് നല്ലതായിരുന്നു. കടലക്കറി സൂപ്പറായിരുന്നു. പട്ടാണിയായിരുന്നു. പട്ടാണി ഉരുളക്കിഴങ്ങ് വന്നു. ഇപ്പോൾ സ്പൂൺ വെച്ചിട്ടില്ല. സാരമില്ല, കുഴപ്പമില്ല. അതുപോലെ 3 പറാട്ടയുണ്ട്. 1 2 3 പറാട്ടയുണ്ട്. ഇത് 100 രൂപയാണ് കേട്ടോ ആൾ പറഞ്ഞത്. അങ്ങനെ കൊങ്കൺ റെയിൽവേയിലത്തെ അവസാനത്തെ ടണലിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ ജസ്റ്റ് മൂകാംബിക റോഡ് ബാംഗ്ലൂർ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഭട്കൽ കാണിക്കാൻ പറ്റിയില്ല. കാര്യം ഭട്കൽ വന്ന സമയത്ത് ഫുഡ് കഴിക്കുകയായിരുന്നു. പിന്നെ പ്ലാറ്റ്ഫോം ഇപ്പുറത്തെ സൈഡിലാണ്, ഞാൻ ഇരിക്കുന്ന അപ്പുറത്തെ സൈഡിലുമാണ്. അപ്പുറത്തെ ഫ്ലൈറ്റ് നിൽക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോമും കാണിക്കും, ഓപ്പോസിറ്റ് പ്ലാറ്റ്ഫോം ഒന്നും കാണിക്കാൻ പറ്റുന്നതാണ്. നമ്മളങ്ങനെ ബാംഗ്ലൂരിലേക്ക് എത്തുകയാണ്. ഈ കാണുന്ന അത്രയും പേരും ഈ വണ്ടിയിലേക്ക് ഇടിച്ച് കയറാനുള്ളവരാണ്. മൂകാംബിക ദർശനം കഴിഞ്ഞ് തിരിച്ച് കേരളത്തിലേക്ക് പോകുന്ന ആൾക്കാരാണ് മെജോറിറ്റി. പ്രതീക്ഷിച്ച പോലെ തന്നെ AC-യിലോട്ട് വരുന്ന ആൾക്കാരൊന്നുമില്ല. തിരക്ക് മൊത്തം നോൺ AC-യിലേക്കാണ്. അല്ല, AC-യിലോട്ടും കുറച്ച് പേരുണ്ട്.
അങ്ങനെ നമ്മൾ ബയന്തൂർ സ്റ്റേഷനിലെത്തി. ഇതാണ് മൂകാംബിക റോഡ് ബയന്തൂർ സ്റ്റേഷൻ. തിരക്ക് ഇഷ്ടംപോലെ കയറാണ്ട് ഇവിടുന്ന്. ഹോൾട്ട് സ്റ്റേഷനുണ്ട്, ആൾക്കാരൊക്കെ കയറിയിട്ട് തന്നെ വണ്ടി പോവുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ മൂകാംബിക റോഡ് ബയന്തൂർ സ്റ്റേഷനിൽ പുറപ്പെട്ടു. 1:17 ഞാൻ അടുത്ത സ്റ്റോപ്പ് കുന്താപുരയിലാണ്. വലിയ ദൂരമില്ല, 2 സ്റ്റേഷൻ്റെ ദൂരമുള്ളൂ കുന്താപുരയിലേക്ക്. ബൈന്ദൂർ നദി, വാട്ടർ ഈ കാണുന്നതാണ് വെള്ളം. തെങ്ങും നെൽപ്പാടമൊക്കെ തിരിച്ചു വന്നു. വെൽക്കം ബാക്ക് ടു സൗത്ത് ഇന്ത്യ അല്ലേ. പഞ്ചഗംഗാവലി എന്ന് പറഞ്ഞാൽ നദിയാണ്. ഇന്നലെ വൈകുന്നേരം ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായി. ഇന്നലെ വൈകുന്നേരം എനിക്ക് തോന്നുന്നു വൈകുന്നേരമാണ്, സൂരത്തിനൊക്കെ മുമ്പ്, വഡോദര കഴിഞ്ഞിട്ട് സൂരത്തൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് ടോയ്ലറ്റ് ക്ലീനിങ് നടക്കുമായിരുന്നു. അപ്പോൾ ഇവരുടെ ക്ലീനിങ്ങിന് ആൾക്കാർ വന്ന് നിന്ന് അത് മൊത്തം ക്ലീൻ ചെയ്ത് എയർ ഫ്രഷ്നറൊക്കെ അടിച്ച് മോപ്പ് ചെയ്ത് ഇത് ചെയ്തിട്ടാണ് പോയതായാലും. അപ്പോൾ ഇപ്പുറത്തേക്കുന്ന 2 യാത്രക്കാർ ഹിന്ദിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. അമ്മമാർക്ക് ഭയങ്കര അതിശയം. അവർ അടുത്തൊരു പാൻട്രി വെണ്ടർ ഉണ്ടായിരുന്നു, അതിലൂടെ ഇങ്ങനെ പറയുക, അപ്പോൾ തകട ക്ലീനിങ് ചലറ എന്ന് പറഞ്ഞു. അതായത് ഭയങ്കര വൃത്തിയാക്കലാണല്ലോ എന്ന്. അപ്പോൾ മറ്റവൻ പാൻട്രിക്കാരൻ ഉടനെ പറഞ്ഞു, സർ സൗത്ത് की गाड़ी है, कुछ भी गंदा दिखेगा तो इमीडिएटली कंप्लेंट चला जाएगा. അതായത് സൗത്ത് റോഡിലുള്ള വണ്ടിയാണ്, പിന്നെ എന്തെങ്കിലും വൃത്തികേട് കിടന്നിട്ട് കഴിഞ്ഞാൽ അപ്പം കംപ്ലയിൻറ്റ് പോകും. അതുകൊണ്ട് സൗത്ത് വണ്ടികൾ എപ്പോഴും ക്ലീൻ ആയിരിക്കും. അത് കേട്ടപ്പോഴല്ലോ ഒരു ഉൾപ്പുളകം സത്യം കേട്ടോ. അത് നമ്മൾ എക്സ്പോർട്ട് വരുമ്പോൾ വണ്ടികൾ വളരെ ക്ലീനാണ്. സൗത്തിലേക്ക് വരുമ്പോൾ ട്രെയിനുകൾ ഇപ്പോൾ ടോയ്ലറ്റ് തന്നെ, ഇപ്പോൾ ഈ കോച്ചിൻ്റെ ടോയ്ലറ്റ് തന്നെ 2 ടോയ്ലറ്റും ഈ എൻഡിൽ, ഇതെന്ന് പറയുമ്പോൾ ജനറൽ കോച്ചിൻ്റെ തൊട്ടടുത്തുള്ള എൻഡാണ്. ഈ എൻഡിൽ 2 ടോയ്ലറ്റും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് മോപ്പ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ടിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ടോയ്ലറ്റിൻ്റെ ഫ്ലോർ എപ്പോഴും ഡ്രൈ ആയിരിക്കും. നമ്മളങ്ങനെ കുന്താപുരയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒന്നും വലിയ തിരക്കില്ല കേട്ടോ, കുറച്ച് ആൾക്കാരുണ്ട്, അത്രേ ഉള്ളൂ. നമുക്ക് കൊല്ലൂർ മൂകാംബിക പോകുകയാണെന്നുണ്ടെങ്കിൽ ബൈന്ദൂർ ഇറങ്ങാനില്ല, പിന്നെ കുന്താപുരം ഇറങ്ങാം. കുന്താപുരം ഇറങ്ങിക്കഴിഞ്ഞാൽ കുന്താപുരം ടൗണിൽ പോയി കഴിഞ്ഞാൽ ബസ് കിട്ടും. കുന്താപുരം ടൗണിൽ എനിക്കൊന്നൊരു 4-5 കിലോമീറ്റർ ഉണ്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. എക്സാക്റ്റ് എനിക്കറിയില്ല, കുറച്ച് ദൂരമുണ്ട്. ബൈന്ദൂർ സൗകര്യം കൂടുതലാണ്, കാര്യം ബൈന്ദൂർ 1/2 കിലോമീറ്റർ ബസ് സ്റ്റാൻഡിലേക്ക്. ലയൺസ് ക്ലബ്ബുകാർ ഷെൽട്ടർ വന്ന് കൊടുത്തല്ലോ. ഫുൾ സ്പോൺസേർഡാണ്. ലയൺസ് ക്ലബ്ബ് ഉണ്ട്, ഏതോ ഗ്രാനൈറ്റ് കമ്പനി ഉണ്ട്. ലയൺസ് ക്ലബ്ബ് സ്വന്തം പോക്കറ്റും ചെയ്യില്ല, അവർ സ്പോൺസർമാരെ പിടിച്ചിട്ടുണ്ടാവും. എന്തുവാണെങ്കിലും എങ്ങനെയാണെങ്കിലും യാത്രക്കാർക്ക് സൗകര്യം കിട്ടിയാൽ മതി. അങ്ങനെ ഓടി കുന്താപുര എന്നുള്ള ബോർഡിനടുത്ത് എത്തി. നമ്മളങ്ങനെ 1:45 കുന്താപുരയിലെത്തി.
പെട്ടെന്ന് വിട്ട് പോകും നമ്മൾ, കാരണം വണ്ടി ലേറ്റ് ആണല്ലോ. അപ്പോൾ അവന്മാർ കറക്റ്റ് നല്ല വൃത്തിയായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് റിലീസ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് 3:10 3:15 മറ്റോ ആണ് മാംഗ്ലൂർ ടൈം. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈമിന് പോയി കയറും ഇവിടെ. ഇപ്പോഴത്തെ സൈഡിൽ ഒരു ഫ്ലൈറ്റ് എടുക്കണ്ടായിരുന്നു. ഇതാ നമുക്ക് സ്റ്റാർട്ടറായി കഴിഞ്ഞു. സ്റ്റാർട്ടർ അഡ്വാൻസ് സ്റ്റാർട്ട് കാണാം. ഈ ഫ്ലൈറ്റിന് ഇങ്ങേറ്റത്ത് ഗാർഡ് വാനാണ്, ഇങ്ങേറ്റത്ത് ലോക്ക് ഉണ്ടോയെന്ന് അറിയില്ല, കണ്ടുകൂടാ. മെയിൻ്റനൻസ് ഒക്കെ ഉണ്ട്. ഈ സമയത്ത് കുറേ നേരത്തിന് ട്രെയിനില്ല. കുറേ നേരത്തേക്ക് ഇവിടെ ട്രെയിൻസ് ഇല്ലാത്ത സമയമാണ്. അപ്പോൾ അപ്പോഴും മെയിൻ ലൈനിലൊക്കെ മെയിൻ്റനൻസ് നടക്കുള്ളൂ. ലോക്കൽ കൽവേ. അപ്പോൾ നമ്മളങ്ങനെ ഉടുപ്പി സ്റ്റേഷനിലോട് പ്രവേശിക്കുന്നു. പിന്നെ നമുക്ക് കൊങ്കൺ റെയിൽവേയിൽ ഒരു ഹോൾട്ടും കൂടി ഉണ്ട്, സുരത്കൽ. എന്തുകൊണ്ടെങ്കിലും മംഗളൂരു ജംഗ്ഷനിൽ ഓൺ ടൈം പോയി കയറില്ല വണ്ടി, അത് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ മണി 2:10 ആവുന്നു, 2:09. മംഗളൂരു ജംഗ്ഷനിൽ കറക്റ്റ് ടൈം നമ്മൾ 3:10. ഇവിടുന്ന് ഏകദേശം 60 കിലോമീറ്റർ ദൂരമുണ്ട്. അതിനിടയ്ക്ക് ഒരു സ്റ്റോപ്പും ഉണ്ട്. നമ്മൾ എന്തായാലും മംഗളൂരു സെൻട്രലിൽ കറക്റ്റ് ടൈമിൽ എത്തില്ല. മംഗളൂരു ജംഗ്ഷനിൽ ലേറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ 2:10 ഉടുപ്പിയിലെത്തി. ഇനി നമുക്ക് സുരത്കലും കൂടി ഒരു ഹോൾട്ടുണ്ട്. ഒരു രക്ഷയില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ കണ്ട് തിരക്ക് മൊത്തം നമുക്കുള്ളല്ലോ കേട്ടോ. ഇല്ലതിന് കുറേ പേര് മറ്റേ മുംബൈ CSMT സൂപ്പർ ഫാസ്റ്റ് റോക്കറ്റിനുള്ള യാത്രക്കാരുണ്ടാവും. അതും താമസിച്ചത് വരും. അപ്പോൾ 2:12 നമ്മൾ പുറപ്പെട്ടു. ഇവിടെ ഇപ്പോഴത്തെ സ്റ്റോൾ വെണ്ടർമാർ നടന്ന സാധനങ്ങൾ വിൽക്കുന്നൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ നമ്മളങ്ങനെ കൊങ്കൺ റെയിൽവേയിലെ അവസാനത്തെ ഹോൾട്ടായ സുരത്കലിലേക്ക് എത്തുകയാണ്. ഇന്ന് മത്സ്യഗന്ധയും ലേറ്റാണ്, റോക്കറ്റും ലേറ്റാണ്. റോക്കറ്റ് ലേറ്റ് ആയതുകൊണ്ട് മത്സ്യഗന്ധ ലേറ്റായി. റോക്കറ്റ് കുറച്ച് എത്തുമ്പോൾ പടിയിൽ വിട്ടിട്ടേ ഉള്ളൂ. മത്സ്യഗന്ധം മംഗളൂരു സെൻട്രൽ വിട്ടിട്ടേ ഉള്ളൂ. നമ്മൾ തൊക്കൂർ പിടിച്ചിടാൻ സാധ്യതയുണ്ട്.
അപ്പോൾ അങ്ങനെ കൊങ്കൺ റെയിൽവേയിലത്തെ ലാസ്റ്റ് ഹോൾട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയായി. സുരത്കൽ ഹോം സിഗ്നലാണ് ഈ കണ്ടത്. രണ്ട് G9s ഇവിടെ നിന്ന് തുടങ്ങുന്നുണ്ട്. പിന്നെ റോറോ റൈക്കിനെല്ലാം കൊണ്ടുവന്നിട്ട് തിരിച്ചുള്ള ലോഡിന് വേണ്ടി കാത്തിറക്കുന്നതായിരിക്കും. സുരത്കൽ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഫുൾ ലെങ്ത് പ്ലാറ്റ്ഫോം റീഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷെൽട്ടറൊക്കെ വരുന്നുണ്ട്. പ്ലാറ്റ്ഫോമിൽ വണ്ടി കണ്ട് മൈൻഡിലാണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ബോംബെ വണ്ടിക്കുള്ളവരാണ്. കാരണം അവർക്കൊരു മൈൻഡില്ലാത്തത്. ಗಾಡಿ ಸಂಖ್ಯೆ 2:41 നമ്മൾ സുരത്കലിലെത്തി. അങ്ങനെ സുരത്കലിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു. സമയം 2:42. ഇവിടെ ഒരു 50ൻ്റെ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇവിടെ അന്ന് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. എപ്പോൾ ഉണ്ടായതാണോ അത്? കല്ല് കെട്ടുന്നല്ലോ ഇവിടെ. ഇതിനിടയ്ക്കെല്ലാം മഴ പെയ്ത് മണ്ണിടിച്ചിലുണ്ടായതാണോ? അങ്ങനെ മണി 2:49. 3:10 നമ്മുടെ മംഗളൂരു ജംഗ്ഷനിലെ കറക്റ്റ് അറൈവൽ ടൈം. ഒരു 3:15 ആകുമ്പോഴും കൊണ്ട് കയറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഞാനിപ്പോൾ വേരസ്മൈ ട്രെയിൻ നോക്കിയപ്പോൾ റോക്കറ്റിനെ ജൊക്കട്ടെ തന്നെ പിടിച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ പുറകെ മത്സ്യബന്ധമുണ്ട്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ത്രൂ ഓടിപ്പോകും. റോക്കറ്റിന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. $3758 അജനിയുടെ മംഗളൂരു മുംബൈ CSMT സൂപ്പർ ഫാസ്റ്റ്. മുംബൈ CSMTയിൽ പ്ലാറ്റ്ഫോം ലഭ്യത കുറവുള്ളതുകൊണ്ട് ഈ വണ്ടി ഇപ്പോൾ കുറേ കാലമായിട്ട് താനെ ടെർമിനേറ്റ് ചെയ്യുന്നത്. താനെ ടെർമിനേറ്റ് ചെയ്ത് MT റേക്ക് അവർ നേരെ യാർഡിലേക്ക് കൊണ്ടുപോകും. റൈറ്റ് സൈഡിൽ കാണുന്ന പനമ്പൂരിൽ നിന്ന് വരുന്നതാണ്. മംഗളൂർ ഫോർട്ടിൽ നിന്ന് വരുന്ന ലൈനാണ്. ഇത് സദൺ റെയിൽവേയുടെ ലൈനാണ്. നമ്മളിപ്പോൾ SRNA ടെറിട്ടറിയിലോട്ട് കയറിയിട്ടില്ല. ഇപ്പോൾ കയറും. പക്ഷേ
ഈ ലെവൽ ക്രോസോടുകൂടി നമ്മൾ കൊങ്കൺ റെയിലിൽ നിന്ന് സദേൺ റെയിലിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു സദേൺ റെയിൽവേ. നമ്മൾ ഒരുപാട് യാത്രയൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് സദേൺ റെയിൽവേ ടെറിട്ടറിയിലോട്ട് കയറുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇനി സന്തോഷം ഇരട്ടിക്കാൻ പോകുന്ന കേരളത്തിലോട്ട് കയറുമ്പോഴാണ്. അപ്പോൾ സദേൺ റെയിൽവേയിലെ ആദ്യത്തെ സ്റ്റേഷൻ ജോക്കട്ടയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊരു ടെക്നിക്കൽ സ്റ്റേഷൻ മാത്രമാണ്, യാത്രക്ക് കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. 5069 ബിലാസ്പൂരിൻ്റെ ലെഫ്റ്റിൽ സ്പെയറിലേക്ക് പാർക്ക് ചെയ്യേണ്ട, റൈറ്റ് സൈഡിൽ മത്സ്യഗന്ധ കയറി വരുന്നുണ്ട്. ഈ റോഡിൻ്റെ 37068 ആണല്ലോ. ഈ റോഡ് റോയപുരം തന്നെയാണ്. മംഗളൂരു സെൻട്രൽ ലോക്മാന്യ തിലക് ടെർമിനസ് മത്സ്യഗന്ധ എക്സ്പ്രസ് ആണത്. ബൈലോലി കനാൽ. രണ്ട് 56, 3:10 നമ്മുടെ ടൈം. എത്തുന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ പോകാനായിട്ട്. ഗുരുപുര നദി എത്തി. അതാണ് കുളിച്ചേട്ട്. നമ്മുടെ ടണലും കഴിഞ്ഞു. നമ്മളങ്ങനെ മംഗളൂരു ജംഗ്ഷൻ സ്റ്റേഷനിലോട്ട് കയറാണ്. റോഡ് നമ്പർ 4 എന്നാണ് ഇതിൽ കണ്ടത്. എന്ന് പറയുമ്പോൾ പ്ലാറ്റ്ഫോം 3 ആയിരിക്കണം. പ്ലാറ്റ്ഫോം 3ലേക്ക് തന്നെ കയറുന്നത്. പതിവ് പ്ലാറ്റ്ഫോമാണ്. ഞാൻ ഈ ട്രെയിനിൽ 16337 ഒരു 3 വർഷം മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട്. 3 വർഷം മുമ്പ് യാത്ര ചെയ്യുമ്പോൾ അന്ന് ICF കോച്ചാണ്. അന്ന് ഈ ട്രെയിനിന് ഇവിടെ ലോക്കോ ചേഞ്ച് ഉണ്ടായിരുന്നു. എന്നാൽ WDP4B ഗോൾഡൻ റോക്കിന് WDP4B കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്നൊരു വാപ്പ് 4 ആയിരുന്നു തോന്നുന്നു എടുത്തത്. ഇവിടെ എങ്ങനെ ഒരു 10 മിനിറ്റെങ്കിലും കിടക്കും വേണ്ടി. സ്കെഡ്യൂൾഡ് ഹോൾട്ട് 5 മിനിറ്റ് തോന്നുന്നു. പക്ഷേ 10 മിനിറ്റ് എന്തായാലും കിടക്കും വേണ്ടി. കാരണം ഇവിടെ ലഗേജ് പാർസൽ കുറേ ഇറങ്ങും. ഒരുപാട് പാർസൽ കൊണ്ടുപോകാനുള്ള വണ്ടി വരുന്നുണ്ടോ. ഒത്തിരി പാർസൽ ഇറങ്ങും. പിന്നെ വാട്ടറിംഗ് ഉണ്ട്, ക്രൂ ചേഞ്ചും ഉണ്ട്. അപ്പോൾ അതാണ് മംഗളൂരു ജംഗ്ഷൻ തിരുവനന്തപുരം നോർത്ത് അന്ത്യോദയ എക്സ്പ്രസ്. മൂന്ന് 9 ഒരു മിനിറ്റ് ആയിട്ടോ ഷെഡ്യൂൾ. രാവിലെ നമ്മൾ എനിക്കുമ്പോൾ 2.25 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. അവിടെ കുറേ റീഡെവലപ്മെൻറ്റ് വർക്ക് നടക്കുന്നുണ്ടോ. അവിടുത്തെ പഴയ വെയിറ്റിംഗ് റൂമൊക്കെ പോയി. അപ്പോൾ അവിടെ സ്റ്റേഷൻ്റെ കുറേ റീഡെവലപ്മെൻറ്റ് വർക്ക് നടക്കുന്നുണ്ട്. പഴയ വെയിറ്റിംഗ് റൂമിലായിരുന്നൊക്കെ പോയി. ഇവിടെ ഇപ്പോൾ റിട്ടയറിംഗ് തുറന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. തുറന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഓൺലൈൻ ബുക്കിംഗ് ഒന്നും ഇല്ല എന്തായാലും. ഇതാണ് മംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് സദേൺ റെയിൽവേയുടെ ക്രൂ ടേക്ക് ഓവർ ചെയ്യും. അങ്ങനെ 3:21 മംഗളൂരു ജംഗ്ഷനിൽ നിന്നും പുറപ്പെട്ടു.
ഇവിടെ മറ്റം വരെ പ്ലാറ്റ്ഫോം ഷെൽട്ടർ വരുന്നുണ്ട് കേട്ടോ. എറണാകുളം സ്റ്റേഷൻ്റെ 1 to 516 ഇവിടെ നടപ്പുണ്ട്. അങ്ങ് ബാക്കിൽ കാണാണ് മംഗളൂരു ജംഗ്ഷൻ ട്രിപ്പ് ഷെഡ്. ഈ ലൈൻ പിന്നെ അറിയാമല്ലോ, അത് മംഗളൂരു ജംഗ്ഷനിലേക്ക്, മംഗളൂരു സെൻട്രലിലേക്ക് പോകുന്ന ലൈനാണത്. മംഗളൂരു ജംഗ്ഷനിൽ നിന്ന് മംഗളൂരു സെൻട്രലിലേക്ക് മത്സ്യഗന്ധയൊക്കെ പോകുന്ന റൂട്ട്. മത്സ്യഗന്ധ, ബാംഗ്ലൂർ കണ്ണൂർ എക്സ്പ്രസ്, ബാംഗ്ലൂർ മുരുടേശ്വർ എക്സ്പ്രസ് ഒക്കെ പോകുന്ന റൂട്ടാണ്. ഇതാണ് നേത്രാവതി ക്യാബിൻ. ഇത് പുതുതായിട്ട് തുറന്നൊരു അണ്ടർ ബ്രിഡ്ജാണിത്, അണ്ടർ പാസ്സാണ്. അതാണ് മംഗളൂരു സെൻട്രലിൽ നിന്ന് വരുന്ന ലൈനുകൾ. അങ്ങനെ നമ്മൾ നേത്രാവതി ക്യാബിൻ പാസ് ചെയ്തു. നമ്മൾ നേരെ നേത്രാവതി പാലം പാസ് ചെയ്യും. നേത്രാവതി പാലം പാസ് ചെയ്താൽ പിന്നെ 110 km ഒറ്റപ്പെടുത്തുമായിരിക്കും കാസർഗോഡ് വരെ. നമുക്ക് ഇടയ്ക്ക് ക്രോസിങ്സ് ഒന്നും എക്സ്പെക്റ്റഡ് അല്ല. റൈറ്റ് വല്ലതും വന്നാൽ മതി. സൺഡേ ഉണ്ട് എറണാകുളത്തേക്ക് ഒന്ന് അത്യാവശ്യം തിരക്കുണ്ടാവും ഇവിടുന്ന്. കാര്യം നാളെ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ ഇന്ന്, കാര്യം ഇവിടുന്ന് എറണാകുളത്തേക്ക് മര്യാദയ്ക്ക് നൈറ്റ് സർവീസിൽ വണ്ടിയില്ല. ഉള്ളതൊക്കെ ഓട് ടൈമിനാണ്. മാവേലിക്കൊക്കെ പോകാൻ വേണ്ടി 1:30 2:30 എറണാകുളത്താണ്. ഇതാകുമ്പോൾ മിഡ് നൈറ്റ് ആകുന്നതിന് മുമ്പ് എറണാകുളം എത്തും. ആ പുതിയ ബിൽഡിങ് RPF പോസ്റ്റ് കമാൻഡറിൻ്റെ ആയിരുന്നു, RPFിൻ്റെ ഓഫീസായിരുന്നു. മസാജിങ് ചെയറൊക്കെ വന്നിട്ടുണ്ടല്ലോ അവിടെ. അപ്പോൾ നമ്മൾ കാസർഗോഡ് എത്തി. സമയം 3:57. നമ്മൾ 1 മിനിറ്റ് ഹെഡ് ഓഫ് ഷെഡ്യൂളാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. അല്ല കേട്ടോ, സോറി, നമ്മൾ 3 മിനിറ്റ് ലേറ്റാണ്. നമ്മൾ സ്റ്റാർട്ടറായി ചെയ്ത്. ഇത് കഴിഞ്ഞ് ആദ്യം താമസിച്ച് നമ്മൾ ഏറനാടിനെ ക്രോസ് ചെയ്യും. ഇപ്പോൾ മാംഗ്ലൂരിൽ നിന്ന് കയറി സദൺ റെയിൽവേ TT ആദ്യം വന്നുകൊണ്ട് ആ ഇടയ്ക്കലത്തെ വാതിൽ അടപ്പിച്ചു. ഒരു പാൻട്രിക്കാരൻ പോകുന്നതിനോട് പറഞ്ഞ് അടച്ചിടണം എന്ന് പറഞ്ഞു. വാലിപ്പം എന്നോട് പറയാൻ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ മാംഗ്ലൂർ പുതുച്ചേരി വീക്കിലി ട്രിച്ചി വഴിയുള്ളതും അതുപോലെ അത് കഴിഞ്ഞിട്ട് മാംഗ്ലൂർ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റും വരാനുണ്ട്. അങ്ങനെ കാസർഗോഡ് നിന്ന് നമ്മൾ പുറത്തിറങ്ങണം. ഈ ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഷട്ടറൊക്കെ ഇട്ട് അടച്ചു വെച്ചു. എന്താണോ ഈ ബിൽഡിങ്? ഒരു ഓഫീസും ഉണ്ട് അതിൻ്റെ സൈഡിൽ.
അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് കാഞ്ഞങ്ങാടാണ് നമ്മുടെ സ്റ്റോപ്പ്. ഇപ്പോൾ നമ്മളങ്ങനെ കാഞ്ഞങ്ങാട് എടുക്കുന്നു. ഏറനാട് എക്സ്പ്രസ്സിന് അധികം താമസിച്ചത് ക്രോസ് ചെയ്യേണ്ടതാണ്. കാഞ്ഞങ്ങാട് ഷെഡ്യൂൾഡ് ഹോൾട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഏറനാട് എക്സ്പ്രസ് പോയി. അങ്ങനെ കാഞ്ഞങ്ങാടേക്ക് എത്തിയിരിക്കണം. കാഞ്ഞങ്ങാട് കുറേ കാലത്തിന് ശേഷമാണ് കാഞ്ഞങ്ങാട് ഹോട്ടലിൽ ഒരു വണ്ടി നമ്മൾ യാത്ര ചെയ്യുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ പൂർണ്ണയ്ക്ക് പോയപ്പോഴായിരുന്നു കാഞ്ഞങ്ങാട് നോക്കിയത്. സമയം 4:14. നമ്മളങ്ങനെ കാഞ്ഞങ്ങാട് എത്തി. നമ്മൾ ലേറ്റാന്ന് തോന്നുന്നു, കുറച്ച് നിമിഷങ്ങൾ ലേറ്റാന്ന് തോന്നുന്നു. ചൂടുകാലം അപ്പോൾ വെള്ളത്തിന് കച്ചവടം തുടങ്ങി കേട്ടോ. മറ്റേ നമ്മുടെ സ്റ്റേഷനിൽ വാട്ടർ കൊണ്ടുവരുന്ന കച്ചവടം വളരെ കുറവാണ്, വെള്ളത്തിൻ്റെ കച്ചവടം. ചൂടുകാലം ഇപ്പോൾ അതൊന്ന് വാങ്ങി, നല്ലതാണ്. എറണാകുളത്തിൻ്റെ EMD 1243438 ബോബിനാണ് ഞാൻ പറഞ്ഞ പോലെ. ഇവിടെയൊക്കെ പുത്തൻ റെയിൽസും സ്ലീപ്പറും വന്നു കണ്ടോ, പുത്തൻ സ്ലീപ്പറാണ്. നമ്മൾ നീലേശ്വരം കഴിഞ്ഞ് ചെറുവത്തൂരെത്തറയും ഇപ്പം മിക്കവാറും 16323 നമ്മൾ ക്രോസ് ചെയ്യണം. അങ്ങേയറ്റത്ത് പഴയ ഡീകമ്മീഷൻ്റെ ലൈൻ കാണാം. ആ കാട്ടിനിടയ്ക്ക് ലൈൻ ഇപ്പോഴും ഉണ്ട്. ഇതാണ് ചെറുവത്തൂർ പാലം. കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് നമ്മുടെ അടുത്ത ഹോൾട്ട് ഇനി പയ്യന്നൂരാണ്.
ഈ വണ്ടി എറണാകുളം ഭാഗത്തുള്ള യാത്രക്കാർക്ക് വലിയ ഉപകാരം. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ ഗുജറാത്ത് ഗ്രൂപ്പ് വണ്ടികൾ ആഴ്ചയിൽ 5 ദിവസം വണ്ടികളുണ്ട്. 16348 കഴിഞ്ഞിട്ട് ഉള്ളൊരു വണ്ടി ഗ്രൂപ്പാണിത്. ബാക്ക് റീപ്ലേസ്മെൻറ്റ് മെഷീനറിയൊക്കെ ഇവിടെ ഉണ്ട്. PQRS മെഷീനുണ്ട്. ഇതിൻ്റെ പേര് PQRS മെഷീനാണ്. PQRS മെഷീനുണ്ട്. WDG4 12437 ഉണ്ട്. നല്ല തിരക്ക്. അടിപൊളി ഇടിയാണ് കയറുന്ന ഫ്രണ്ടിലോട്ട്. നമ്മളിപ്പോൾ 16159 ക്രോസ് ചെയ്യണം. 16159 എന്ന് പറയുന്നത് ചെന്നൈ മംഗളൂരു എക്സ്പ്രസ്. അതിന് നമ്മളിപ്പോൾ ക്രോസ് ചെയ്യണം. അതിപ്പോൾ ഏഴുമല എത്തിയിട്ടുണ്ട്. ഡിപ്പാർച്ചർ എടുത്തിട്ട് റൈറ്റ് സൈഡിൽ ഷിഫ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ERSXൻ്റെ 12437 ആണ് ലോക്കോ. അപ്പോൾ പയ്യന്നൂർ കഴിഞ്ഞു. അടുത്ത സ്റ്റോപ്പിന് കണ്ണപുരത്താണ്. കണ്ണപുരം, അത് കഴിഞ്ഞാൽ പിന്നെ കണ്ണൂർ. സമ്മർ ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ കോഴിക്കോട് വരെയും പകൽ വെളിച്ചം കിട്ടും. കാര്യം വണ്ടി ഇപ്പോൾ ആകെ 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ ലേറ്റ് ഉള്ളൂ. മേജർ സ്പീഡ് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അവിടെ തീയിട്ടിരിക്കുന്നത്. മേജർ സ്പീഡ് റെസ്ട്രിക്ഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പോകും. എന്താ വെച്ചാൽ മിക്കവാറും നമ്മൾ 16348 പുറകെ ഓടി പിടിക്കും. അതാണൊരു സീന്. അപ്പോൾ അത് ഈ ഉച്ച കഴിയുന്ന പോലെ എഴുതുന്നൊരു വണ്ടി. അത് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പ്രദേശമാണ്. പയ്യന്നൂർ വിട്ട് കുറച്ച് നേരത്തേക്ക് ഇതിപ്പോൾ എഴിമല പ്രദേശമാണ്. എഴിമല നല്ല ബ്യൂട്ടിഫുൾ പ്രദേശമാണ്. എഴിമല ഇതിനപ്പുറത്താണ് കടൽ, ബീച്ച്. നല്ല ഭംഗിയുള്ള സ്ഥലമാണത്. അവിടെ നേവിയുടെ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മറ്റും വന്നിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറേ കാലമായി. ട്രാക്ക് ഇവിടെ ചെറുതായിട്ടൊന്ന് ലെഫ്റ്റോട് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ പാലം ഡീകംപ്ലീഷൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട്. റോയപ്പുരത്തിന് 39057 ആയിരുന്നു. 16159 ലോക്കോ. ഈ ട്രെയിന് സ്ഥിരമായിട്ട് വാപ്സാനാണ് കിട്ടാറുള്ളത്. നമ്മുടെ റൈറ്റ് സൈഡിൽ പഴയ ട്രാക്കുകളാണ്. എക്സ്ട്രീം റൈറ്റിൽ പഴയ പാലവുമാണ്. നമ്മളിപ്പോൾ പോയതാണ് പുതിയ പാലം. അപ്പോൾ പുതിയ പാലം ആകുമ്പോൾ മൊത്തത്തിൽ ട്രാക്കിനെ ഇങ്ങോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്ത് വരും. ഇനി ഇതുപോലത്തെ പുതിയ പാലം ധർമ്മടത്തും വരുന്നുണ്ട്. അപ്പോൾ ഏഴിമല പാസ്സായി. ഇവിടെ നിന്ന് രാത്രി PQRS വർക്ക് ഉണ്ട്. ലൈറ്റ് കെട്ടി തൂക്കിയിട്ടിരിക്കുന്നുണ്ടോ? PQRS ആണ് പ്ലാസർ ക്വിക്ക് റെയിൽ റീപ്ലേസ്മെൻറ്റ് എന്തോന്നാണ്. എസ് മറന്നുപോയി. ആ മെഷീൻ ഉപയോഗിച്ച് ട്രാക്കും സ്ലീപ്പറും കൂടെ റീപ്ലേസ് ചെയ്യുന്ന മെത്തേഡിനെ ഒരു PQRS എന്ന് പറയുന്നത്. PQRS മെത്തേഡിന് വേണ്ടി അഡീഷണൽ ലൈൻ ചെയ്തിരിക്കുന്നതാണ്. മെയിൻ ലൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും. കണ്ണപുരം സ്റ്റേഷനെത്തി.
ഇപ്പോൾ കഴിഞ്ഞ നേത്രാവതി എക്സ്പ്രസ് വീഡിയോ നമ്മൾ ഇവിടെ നിന്നായിരുന്നു തുടങ്ങിയത്, ഓർമ്മയുണ്ടോ? ഉറങ്ങി എനിക്ക് രണ്ടാം ദിവസം രാവിലെ നേരം വെളുത്തപ്പോൾ നമ്മൾ കണ്ണപുരത്തായിരുന്നു. അപ്പോൾ നേത്രാവതി എക്സ്പ്രസ്സിന് കണ്ണപുരത്ത് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കണ്ണപുരത്തി. സമയം 4:56. ഇപ്പുറത്ത് വാല് കാലിൻ്റെ ആൾക്കാർ എന്തിനാണ് അപ്പുറത്ത് കൂട്ടുന്നത്. അങ്ങനെ കണ്ണപുരത്തു നിന്ന് നമ്മൾ പുറപ്പെട്ടു. നമുക്കിനി കണ്ണൂരെത്തിയിട്ട് ക്രോസിംഗ് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. നമ്മൾ അതിന് മുമ്പ് വളപട്ടണം പുഴ കാസിയും വളപട്ടണം പുഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് കണ്ണൂരെത്തുമ്പോൾ നമ്മുടെ കോഴിക്കോട് KSR ബംഗളൂരു എക്സ്പ്രസ് ഉണ്ട് ക്രോസിങ്. ഇത് പഴയ കണ്ണൂർ KSR ബംഗളൂരു എക്സ്പ്രസ് കഴിഞ്ഞ ആഴ്ച മുതൽ കോഴിക്കോട് എക്സ്റ്റെൻഡ് ചെയ്തു. അതിപ്പോൾ കോഴിക്കോട് KSR ബംഗളൂരു എക്സ്പ്രസ്സാണ്. കോഴിക്കോട് എക്സ്റ്റെൻഡ് ചെയ്ത സ്ഥിതിക്ക് നമ്മൾ തീർച്ചയായിട്ടും ഒരു end-to-end ട്രിപ്പ് പഠിക്കുന്നുണ്ട്. നമ്മളങ്ങനെ കണ്ണൂർ ഹോം സിഗ്നലിലെത്തി. ഓപ്പോസിറ്റ് ലൈനിൽ 16512 കോഴിക്കോട് KSR ബംഗളൂരു എക്സ്പ്രസ് വരുന്നുണ്ട്. പുതിയ ബോട്ട്സ് റെഡി ആയിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളങ്ങനെ കണ്ണൂർ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. യശ്വന്ത്പൂർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞു ഓൾറെഡി. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പ്ലാറ്റ്ഫോം ഇടാറില്ല. പ്ലാറ്റ്ഫോം നമ്പർ 1 കണ്ണൂർ ചെറുത്തൂർ പാസഞ്ചർ വന്നുണ്ട് പണ്ട്. 5:15 നമ്മൾ കണ്ണൂരെത്തി. പിന്നെ നമുക്ക് കുറേ സ്റ്റോപ്പുണ്ട്. തലശ്ശേരി ഉണ്ട്, കൊടകരയുണ്ട്, കൊയിലാണ്ടി ഉണ്ട്, അത് കഴിഞ്ഞാണ് കോഴിക്കോട്. 6:30 കോഴിക്കോട് ടൈം. കറക്റ്റ് ടൈമിൽ എത്തിയാൽ മതിയായിരുന്നു. അഞ്ച് 19 നമ്മൾ കണ്ണൂരിൽ നിന്ന് അനങ്ങി. കൃഷ്ണരാജപുരത്തിന് 37568 HRPT ഓഫാണ്. കൃഷ്ണരാജപുരത്തിന് ഈ പറഞ്ഞ പോലെ ഗുജറാത്ത് സർവീസുകൾ കുറേ പോകുന്നുണ്ട്. ഗുജറാത്തും അതേപോലെ രാജസ്ഥാനും. അവർക്കും വേണം HRPT ലോക്കോസും. തലശ്ശേരിയിലേക്ക് എത്തി. ഇവിടെ ലെഫ്റ്റ് സൈഡ് ട്രാക്ക് ബെഡ് സ്ട്രെങ്തനിങ് നടക്കുന്ന കാണാം. ഇതൊക്കെ നമ്മുടെ 130 kmph ആവശ്യമുള്ള കാര്യങ്ങളാണ്.
നമ്മളിപ്പോൾ അധികം താമസിച്ചാതെ ഗരീബ് രത്തിനെ ക്രോസ് ചെയ്യും. LTTയിലേക്ക് പോകുന്ന ഗരീബ് രത്ത്. എന്താ തിരക്ക്. സമയം 5:33. സൂര്യൻ പതുക്കെ അസ്തമിക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി. സമയം 5:35 ഉള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഗരീബ് രത്ത് വഴി റൺ ത്രൂ ചെയ്യും. തിരുവനന്തപുരം നോർത്ത് LTT ഗരീബ് രത്ത് വരുന്നുണ്ട്. ഫ്ലാറ്റ് വീലാണ്. നമ്മളങ്ങനെ തലശ്ശേരി എന്ന് പുറപ്പെട്ടു. അടുത്ത സ്റ്റോപ്പ് നമുക്ക് വടകരയിലാണ്. ഏകദേശം നമ്മൾ വടകര എത്തുമ്പോൾ പരശുറാമിനെ ക്രോസ് ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ മിക്കവാറും മംഗള ക്രോസ് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻസ് ഡെലിവറിയുള്ള പരശുറാം എക്സ്പ്രസ് വരും. ഇൻഡിപെൻഡൻസ് ലിവറിയിലുള്ള വാപ്ഫോറുമായി പരശുറാം എക്സ്പ്രസ് വരും. അപ്പോൾ അങ്ങനെ വടകര സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. നമ്മൾ കോഴിക്കോട് ജില്ലയിലേക്ക് ആക്ച്വലി മാഹിക്ക് തൊട്ടുമുമ്പ് കയറിയായിരുന്നു. നമ്മളിപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ നമുക്ക് വടകര, കൊയിലാണ്ടി, കോഴിക്കോട്, പിന്നെ ഫറൂഖും ഈ വണ്ടിക്ക് സ്റ്റോപ്പുണ്ട്. പക്ഷെ നമ്മളങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ കോഴിക്കോട് ഇറങ്ങി. സമയം ഇപ്പോൾ 5:56. ഇനി ഏകദേശം 40 കിലോമീറ്റർ കൊണ്ടുണ്ട് കോഴിക്കോട്ടേക്ക്. അതിനിടയ്ക്ക് ഒരു സ്റ്റോപ്പ്. 3:30 എത്തുന്ന എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നൊരു 6:30 എത്തും തോന്നുന്നില്ല. 6:45 ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മംഗള എക്സ്പ്രസ്സിന് അനൗൺസ്മെൻറ്റ് വന്നു തുടങ്ങി. അത് 15 എത്തും. നമുക്ക് സ്റ്റാർട്ടർ ആയെന്ന് തോന്നുന്നില്ല. ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ വടകരയിൽ നിന്ന് പുറപ്പെട്ടു. നമുക്കിനി ഒരു സ്റ്റോപ്പും കൂടി, അത് കഴിഞ്ഞ് നമ്മുടെ ഡെസ്റ്റിനേഷനെത്തും. എന്താണെന്ന് അറിയില്ല, ഭയങ്കര ക്ഷീണം തോന്നുന്നു. എന്താ സംഭവിച്ചെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. വടകര സ്റ്റേഷൻ്റെ ബോർഡ് കള്ളം കൊണ്ടുപോയിട്ടോ. ബോർഡ് കാണാനില്ല. ഇനി പുതിയ ബോർഡ് വെക്കാനുള്ള ഉദ്ദേശമായിരിക്കും. വീണ്ടും ഒരു ഫ്ലൈറ്റ്.
66611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് ആണ്. ഇവിടെയൊക്കെ ട്രാക്ക് ബെഡ് സിവിലൈസേഷൻ വർക്ക് നടക്കുന്നുണ്ടാവും. ചുവന്ന മണ്ണിറക്കിയിട്ടുണ്ട്. അതിന് മുകളിലോട്ട് കയറ്റി സ്ലോപ്പ് ചെയ്ത് സ്ലോപ്പ് കറക്റ്റാക്കി എടുക്കും. കൊയിലാണ്ടി സ്റ്റേഷൻ എത്താറേ. കൊയിലാണ്ടി നമുക്ക് ഹോൾട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ കൊയിലാണ്ടിയിലേക്ക് എത്തി. നമ്മുടെ യാത്രയിലെ പെനൾട്ടിമേറ്റ് സ്റ്റോപ്പാണ്. ശരിക്കും നാളെ ഒരു അവധി ദിവസമായിരുന്നെങ്കിൽ ഞാൻ എറണാകുളം വരെ പോയിട്ട് വന്നേനെ കേട്ടോ. നാളെ വർക്കിംഗ് ഡേ ആണ്. ഇപ്പോൾ തന്നെ കുറച്ച് അധികം ദിവസം ലീവ് എടുത്തായിരുന്നു യാത്രയ്ക്ക് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് നാളെയും കൂടി ലീവ് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ യാത്ര കോഴിക്കോട് വെച്ച് അവസാനിപ്പിക്കുന്നത്. കോഴിക്കോട് ഇറങ്ങുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ കോഴിക്കോട് നമുക്ക് പെരിന്തൽമണ്ണ ബസ് കിട്ടാൻ എളുപ്പമാണ്. ഇവിടെ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ ഷൊർണൂർ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഇപ്പം കറക്റ്റ് ടൈമിന് എത്തുകയാണ്, ഇവൻ 8:30 എത്തുകയാണെന്നുണ്ടെങ്കിൽ ബസ്സുണ്ട്. പക്ഷേ ഇത് ലേറ്റ് ആകും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്യാരണ്ടി ഇല്ല ബസ് കിട്ടുന്നുള്ളതിന്. വെറുതെ അവിടെ പെട്ടുപോകും. പിന്നെ അവിടെ നിന്ന് ഓട്ടോ എടുത്തൊക്കെ പോകും. അല്ലെങ്കിൽ പിന്നെ കുറേ നേരം നിൽക്കേണ്ടി വരും ബസ് കിട്ടാൻ. ബസ്സുകളുണ്ട് രാത്രിയിൽ, ഇപ്പം മിഡ് നൈറ്റ് വരെ ബസ്സുകളുണ്ട്. പക്ഷേ നമ്മൾ പിന്നെ മൊത്തത്തിൽ പണിയാവും. അതിനെക്കാട്ടും നല്ല ഞാൻ വിചാരിച്ചാൽ കോഴിക്കോട് ഇറങ്ങി കഴിഞ്ഞാലേ കോഴിക്കോട് നിന്ന് എങ്ങനെ പോലെ ഒരു 15-20 മിനിറ്റ് ഗ്യാപ്പിൽ ബസ്സുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ബസ് കയറി പെരിന്തൽമണ്ണ ഇറങ്ങാം. അപ്പം അങ്ങനെ കൊയിലാണ്ടി എത്തി. കയറാനുള്ള തിരക്കുണ്ട് അവിടെ ഫ്രണ്ടിൽ. നമ്മളങ്ങനെ കൊയിലാണ്ടി എത്തി. നല്ല തിരക്ക് കയറാണ്ട് ഇവിടെ. സൂപ്പർ തിരക്കാണ് കയറുന്നത്. ഞാൻ പറഞ്ഞില്ല, എറണാകുളത്തേക്ക് വേറെ വണ്ടിയൊന്നുമില്ല കുറേ നേരത്തിന്. അതുകൊണ്ടുള്ള തിരക്കാണ്. ഈ ഇങ്ങനൊരു വണ്ടി എല്ലാ ദിവസവും ഒരു ഇൻ്റർസിറ്റി എക്സ്പ്രസ് പോലെ ഓടിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നായിരുന്നു. അപ്പോൾ നമ്മുടെ പെനൾട്ടിമേറ്റ് സ്റ്റോപ്പായ കൊയിലാണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അടുത്ത സ്റ്റേഷൻ ഒരു 23 കിലോമീറ്റർ മറ്റേ ഉള്ളൂ കോഴിക്കോട്ടേക്ക്. കോഴിക്കോട് എത്തുന്നതോടുകൂടി നമ്മുടെ യാത്ര അവസാനിക്കും. അതിന് മുമ്പായിട്ട് നമ്മൾ നേത്രാവതി എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ നേത്രാവതി വരുന്നുണ്ട്. നമ്മുടെ ഈ ട്രിപ്പിലെ ലാസ്റ്റ് ക്രോസിംഗ് ആണ്. ഇനിയും ക്രോസിങ്ങൾ ഉണ്ടാവാം, എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് മാറാണ്. കോഴിക്കോട് സ്റ്റേഷൻ എൻട്രി പിടിക്കാൻ വേണ്ടി ലെഫ്റ്റിലോട്ട് നിൽക്കാൻ പോവാണ്. അതായിരുന്നു തിരുവനന്തപുരം ലോക്മാന്യ തിലക് ടെർമിനസ് നേത്രാവതി എക്സ്പ്രസ്. കോഴിക്കോട് സ്റ്റേഷൻ്റെ ഹോം സിഗ്നലിൽ നിർത്താണ്ട് നേരെ സ്റ്റേഷനുള്ളിലോട്ട് കയറി ഒരു യാത്ര ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇപ്പോഴും നമ്മൾ കുറച്ച് നേരം കിടന്നിട്ടപ്പോൾ കയറുന്നത്. സത്യം പറഞ്ഞാൽ നിന്ന സ്ഥലത്തേക്ക് ഇറങ്ങിയാൽ മതി. നിന്ന സ്ഥലത്ത് ഇറങ്ങിയാൽ റോഡിലോട്ട് കയറി കഴിഞ്ഞാൽ ബസ് കിട്ടും, അല്ല ഓട്ടോ കിട്ടും. കഷ്ടപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി തിരിച്ചു വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ 1 ലൂപ്പിലോട്ട് കയറി.
അപ്പോൾ അങ്ങനെ നമ്മൾ കോഴിക്കോട് സ്റ്റേഷനിൽ കയറണം. വണ്ടി അത്യാവശ്യം ലേറ്റാണ്, ഒരു 10 മിനിറ്റോളം ലേറ്റാണ് എൻ്റെ അറിവിൽ. എക്സാക്റ്റ് ഡിലേ നോക്കിയിട്ട് താഴെ കമൻട്രിയിൽ എഴുതാം. ഇവിടെ സ്റ്റേഷൻ റീഡെവലപ്മെൻറ്റിൻ്റെ വർക്ക് അത്യാവശ്യം സ്പീഡിൽ നടക്കുന്നുണ്ട് കേട്ടോ. എന്താ ഇത്രയൊക്കെ പൊങ്ങി കഴിഞ്ഞു, ഞാൻ പൊങ്ങി കഴിഞ്ഞു വർക്ക്. അങ്ങനെ വർക്ക് തുടങ്ങിപ്പോയത് തേഞ്ഞത് എറണാകുളം മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, എറണാകുളം ജംഗ്ഷൻ മാത്രം. അതിപ്പോൾ വർക്ക് റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ വണ്ടിക്കുള്ള തിരക്കാണ് ഈ കാണുന്നത് കേട്ടോ. എറണാകുളത്തേക്ക് വേറെ വണ്ടിയില്ലാത്തതിൻ്റെ കുഴപ്പമാണ് ഈ കാണുന്നത്. പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ചയും. എൻ്റെ തമ്പുരാനെ ഇന്ന് ബസ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും എനിക്ക്. സമയം ഇപ്പോൾ 6:45, 6:45. ഇപ്പോൾ കൃത്യസമയത്ത് നമ്മുടെ വണ്ടി കയറി വരുന്ന സമയത്ത് ഇവരെന്തിനാണോ കണ്ണൂർ യശ്വന്ത്പൂരിൻ്റെ കാര്യം വിളിച്ച് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ യാത്ര ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഈ യാത്ര ഫുള്ള് കണ്ടോ? ഈ വീഡിയോസിൻ്റെ ഈ യാത്രയുടെ എല്ലാ പാർട്സ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നിരിക്കുന്നു. നിങ്ങൾ ഈ യാത്ര എൻജോയ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഞാൻ പതുക്കെ സ്റ്റേഷനിൽ പുറത്തിറങ്ങി ബസ് സ്റ്റാൻഡിലോട്ട് പോയിട്ട് പെരുന്തൽമണ്ണക്കുള്ള ബസ് പിടിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും ഫീഡ്ബാക്ക്, കമൻറ്റ്സ്, സജഷൻസൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതിലാണ് നമ്മൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം അതിനുള്ള മെത്തേഡ്സ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അടുത്ത യാത്ര നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട്. പക്ഷേ ഈ LPG ഇതിൻ്റെ സിറ്റുവേഷൻ, ഇപ്പോൾ ഈ യാത്രയിൽ എനിക്ക് LPGയുടെ പ്രശ്നം എവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാ ഹോട്ടലുകളും എല്ലാം വർക്കിംഗ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഇനി പോകുന്നൊരു കോൺഫറൻസിന് വേണ്ടിയാണ്. അപ്പോൾ അവർ ഈ LPG സീൻ കാരണം മാറ്റി വയ്ക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. അത് നമുക്ക് നോക്കാം. പിന്നെ അതെന്തായാലും വഴിയെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. This is Binay Shankar signing off from Platform 7. See you very soon in another brand new video. Until then, bye-bye.